ഹായ് ഫ്രണ്ട്സ്, റെൻ്റെ ഹോപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. ഒരു പ്രാങ്ക് വീഡിയോ ആണ് കേട്ടോ. നമ്മുടെ തക്കുടുവിനെയാണ് പ്രാങ്ക് ചെയ്യുന്നത്. അവൻ്റെ കയ്യിലൊരു കൈച്ചെയിൻ ഉണ്ടായിരുന്നു. അതൊക്കെ പറയാൻ കാരണം അവരവിടെ ഇരിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് പഠിക്കുകയാണ് രണ്ടുപേരും. അപ്പോൾ അവൻ്റെ കയ്യിലൊരു കൈച്ചെയിൻ ഉണ്ടായിരുന്നു. അത് ബെഡിൽ പുതപ്പുമ്പിൽ കുളത്തിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ സ്കൂൾ വിട്ട് വന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു സ്കൂളിൽ നിന്ന് ഉണ്ടായിരുന്നു, അപ്പോൾ കാണാനില്ല പറഞ്ഞു. അപ്പോൾ സ്കൂളിലൊക്കെ തിരഞ്ഞ് എവിടെയും കിട്ടിയിട്ടില്ല പറഞ്ഞു. ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ഛനോട് പറഞ്ഞാൽ ചീത്തയേക്കും. അപ്പോൾ എൻ്റെ അടുത്ത് പറയാണ്, അമ്മ അച്ഛനോട് പറയണ്ട, പറഞ്ഞോളും ഉണ്ടു, കാരണം പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇക്ക് ചീത്തയേക്കും ബാബൻ്റെ അടുത്ത്. ഞാൻ മറച്ചു വെച്ചു പറഞ്ഞിട്ട് പറഞ്ഞോളും ഉണ്ടു, പക്ഷെ അമ്മ പറയണം, എന്നെ അടിക്കരുത് എന്ന് അച്ഛനോട് അമ്മ പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനെ അത് വെച്ചിട്ടൊന്ന് പ്രാങ്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ബാബേട്ട വന്നിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ എന്താ പറയുക, സെറ്റ് ചെയ്യാൻ പോവുകയാണ് ക്യാമറ. വീഡിയോ എടുക്കണ പോലെ തന്നെ നമ്മൾ അല്ലാതെ മറച്ചു വെച്ചിട്ടൊന്നുമല്ല. വീഡിയോ എടുക്കാൻ തുടങ്ങുമ്പോൾ അവൻ്റെ കയ്യിൽ കഴിച്ചതിന് കാണില്ല പറഞ്ഞിട്ട് ഏട്ടൻ ഇങ്ങോട്ട് തുടങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. എത്രത്തോളം സക്സസ് ആവും എന്താവുന്നൊന്നും അറിയില്ല. ഇനി അവനെ കരയിപ്പിച്ചു, കരയുണ്ടാവും മിക്കവാറും, ഒന്നും രണ്ടാമത്തേന് കരയും. അപ്പോൾ കരയിപ്പിച്ചു പറഞ്ഞിട്ട് ആരും എന്താ പറയുക, ഞങ്ങൾ വഴക്ക് അറിയരുത്. ആദ്യമായിട്ടൊരു പ്രാങ്ക് നടത്തുകയാണ്, എന്താവുന്നൊന്നും അറിയില്ല. അപ്പോൾ വീഡിയോ കണ്ടിട്ട് വരാം. കളഞ്ഞോ കൊണ്ടിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടൊന്നുമില്ല. ഓ, എത്ര ചെറിയ കയ്യപ്പൻ്റെ കയ്യോ. കയ്യിന്റെ കാര്യം ഇവിടെ അത് പറയാം. ഒരു സംഖ്യ ചെലവാക്കിട്ട് ശരിയാക്കി കൊടുക്കാനുള്ളത്. പിന്നെ അപ്പൊ ഞങ്ങൾക്ക് മാലയും വേണ്ട, മാല കൂടെ വിളിച്ചിട്ട് പോവാ. മാല കയ്യും പിന്നെ കഴിച്ചതിന് ഇതൊന്നും നോക്കാൻ വേണ്ടി പിന്നെ എന്തൊക്കെ ഇട്ടോണ്ട് നടക്കണത്. ആ ചെറിയ കുട്ടിക്കും കൂടി ഇട്ട് കൊടുക്കാതെ എനിക്ക് ഇട്ടെന്നാണ്. എന്നിട്ട് പിന്നെ എവിടെയാണ്? അപ്പൊ എവിടുന്ന് പോയി? ഞാൻ തന്നെ എപ്പോഴാണ് കാണുന്നത്. അതെവിടെയും ഉണ്ടാവും, തെരഞ്ഞൊക്കെ പായാലോ ബെഡിലോ എവിടെയും ഉണ്ടാവും. ഒരു സാധനം വാങ്ങി നോക്കണ്ടേ? ഫോണിന്റെ അടുത്ത് ഉണ്ടായിരുന്നു എന്നല്ലേ പറഞ്ഞു. സ്കൂളിൽ നിന്നൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ വന്നപ്പോ പോയതാവും. ഉണ്ടായിരുന്നു സ്കൂളിൽ നിന്ന്. അവിടെ ഉണ്ടാവും. വീഡിയോ എടുക്കുക വേദിന്നു എല്ലാ കൂട്ടായി എന്ത് പാവട്ടാ. ഞാൻ ഞങ്ങൾ എടുത്തോളേന്ന് വേദിന്നു വിളിക്കനെ പാവട്ടാ. ഞാൻ അവിടുന്ന് എവിടെ ഉണ്ടോ നോക്കട്ടെ, തെരഞ്ഞു നോക്കട്ടെ. അല്ലെങ്കിൽ നാളെ സ്കൂളിൽ പോകുമ്പോ നോക്കിക്കോളേ. അത് നോക്കമ്മക്കേ. അറിയാത്ത കുറിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. വിദ്യ എവിടെ നോക്കിട്ട് പിന്നെ നടക്കണേന്ന് ടീച്ചറെ കയ്യിൽ വെച്ച് പണ്ട് പൂട്ടിക്കാതെ വെച്ച് കണ്ടെങ്കിൽ എന്താ കയ്യിലൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വീഡിയോ എടുക്കാനൊന്നുമില്ല. നിങ്ങൾക്ക് അതിൻ്റെ പറഞ്ഞാൽ മനസ്സിലാവൂല. അത് എത്ര ദിവസം പണിക്കണമെന്നറിയോ? വാങ്ങാനുള്ള പൈസ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ വെച്ചിട്ടൊന്നുമല്ല. ഇപ്പതേ മേലും കഴിഞ്ഞാൽ നല്ല വേദനയും സഹിക്കാൻ വയ്യാതെ പോയി പണിയെടുക്കണത്. ഞാനിവിടെ തെരഞ്ഞു നോക്കാം. ഞാൻ ഇപ്പോൾ ശ്രദ്ധിച്ചിട്ടുള്ളതേ നാളെ അടിച്ചു വരുമ്പോ സ്കൂളുണ്ടാവും. ഇവിടെ സ്കൂളിൽ പേരെ തന്നെ അടിച്ചു വരിക. എന്റെ ഫ്രണ്ട്സ് അല്ലേ, ഫ്രണ്ട്സ് തന്നെ അടിച്ചു വരിക. എന്താ മണവാട്ട് തലകൾ പൊന്താത്തത്? ഓ തക്കുട അമ്മൾ ഡീസന്റ് അമ്മടെ കുട്ടിയാണ് കേട്ടോ. അല്ലാതെ പിന്നെ ഞാൻ എന്റെ മടിയിലാണ് എത്തി. വാ ഏടാ തക്കുടു ഇത് നമ്മൾ തെരഞ്ഞെടുക്കൂടാ. എവിടുന്ന് എടുക്കണ? അപ്പൊ സ്കൂളിലാണെങ്കിൽ സ്കൂളിൽ പോയിട്ട് എന്ത് പീരീഡ് അല്ല, ലൈബ്രറി പീരീഡ് വരെ ഉണ്ടായിരുന്നു അത്രേ. അത് കഴിഞ്ഞിട്ടാണ് കാണാതെ എന്ന് പറഞ്ഞു. അപ്പൊ നോക്കി നോക്കാം നമുക്കേ. നാളെ സ്കൂളിൽ പോയാൽ കിട്ടണം. നീ ലൈബ്രറിയിൽ പുസ്തകം കൊടുക്കാൻ പോയിരുന്നോ? പിന്നെ നോക്കട്ടെ. അവനാന്റെ കയ്യമ്മ കിടക്കുന്ന ഒരു മുതല് കാണാതെ പറഞ്ഞപ്പോ എവിടത്തെ. അപ്പൊ അത് കുളത്തൂരി പോണേ. കുളത്തുള്ള സാധനല്ലേ, കെട്ടി കൊടുത്തിട്ടൊന്നും ഇല്ലല്ലോ. കുളത്തൂരി പോയിണ്ടാവേ. വാ തക്കുടുക സാരില്ല.
പിന്നെ അച്ഛന്റെ പൈസ ഇനിയും ഉണ്ടാവും ഇത് വാ, നീക്ക്. നീക്കി നീക്ക് വാ വാ. വായ സാരില്ല വാ അച്ഛൻ എനിക്ക് കേക്കണ്ടാവും എന്നിട്ട് പോയത് അറിഞ്ഞിട്ടില്ല പറയുമ്പോഴേക്ക് ഭ്രാന്താവണതേ. എടാ അറിഞ്ഞോണെങ്കിൽ അറിഞ്ഞോ എന്ന് പറയണ ഇത് അറിഞ്ഞിട്ടില്ല. ഓൻ പേടിച്ചിട്ടാവേ പറയാത്തതേ. ഞാൻ പേടിച്ചത് ഞാൻ പിടിച്ച് വിഴുങ്ങുവോ? അപ്പൊ നിങ്ങൾ ചീത്ത അറിയില്ല. ചീത്തൊക്കെ പറയും. അപ്പൊ നിങ്ങൾ ഇപ്പൊ ഈ പറയണ ചീത്ത പറയില്ലായിരുന്നോ? പറയണ്ടേ? ഞാൻ എന്റെ അച്ഛൻ്റെ അടുത്ത് ഇതേപോലെ പറഞ്ഞു ഞാൻ ചീത്ത എടുക്കുന്നത് ഞാൻ വളർന്നതായി. ആ അങ്ങനെ തന്നെ. അതല്ല ഓനിപ്പോ അത് സാരില്ല. ഇനി വീഡിയോ എടുക്കണം എന്റെ ഇടയിൽ. നിങ്ങൾ വീഡിയോ എടുത്തോളൂ, ഞാൻ ഇനി പരിപാടിക്കുന്നു. ഒരു കഴിച്ചു കാണാൻ പോയാൽ നിങ്ങൾ വീഡിയോ എടുക്കാൻ ഇല്ല അറിയില്ല ആ എഡിറ്റ് ചെയ്യാൻ വരൂലേ എഡിറ്റ് ചെയ്യാനും ഇല്ല, ഒക്കെ നിങ്ങൾ ചെയ്യാം. നീക്ക് എന്തൊരു മണവാട്ടിയാണോ. കരയില്ലെന്ന് എങ്ങോട്ടും പോകില്ല. ഇവിടെ ഇരുന്നച്ച ചീത്ത അറിയില്ല. നിങ്ങളത് കൂളാവേ സാവധാനം പതുക്കെ ചോദിച്ചു ഓ പറയൂ അത് ചോദിച്ചാൽ പറയും. പതുക്കെ ചോദിച്ചാ പറയും. പതുക്കെ ചോദിച്ചാ പറയും. അത് ചോദിച്ചാൽ പെട്ടെന്ന് പതുക്കെ ചോദിക്കും. മൂക്കൊലിക്കും. സാരി ഇങ്ങോട്ട് നോക്ക് നോക്ക് അച്ഛൻ്റെ അടുത്ത് നോക്ക്. അച്ഛൻ മതി നോക്ക് മണ്ണാറ്റല്ലേ ഇപ്പൊ എത്ര നേരം വിഷയം ഞങ്ങൾ ഇവിടക്ക് ഞാൻ പോയിട്ട് ആ കൂട്ടാനൊന്ന് ഓഫ് ചെയ്തിട്ട് പ്രസരില് നിൽക്കാം. ശരിക്കിരിക്കും ശരിക്കിരിക്കും. ഇത് എന്താ പറഞ്ഞ മറ്റേ കല്യാണമുള്ള ഇവിടെ. നീക്കി തക്കുടഞ്ഞോട്ട് ശരിക്കും അടിക്കുക ഇങ്ങോട്ട് തല നിവർത്തി പിടിച്ച്. ആൺകുട്ടികളല്ലേ? ആൺകുട്ടികളല്ലേ? കള്ളത്തരത്തിന്റെ ആൾക്കാരാണ്. എവിടെ ഇരുന്നത് ഇത് എവിടെ ഇരുന്നു? ഇത് തീരുമാനമാക്കിട്ട് ഓ സ്കൂൾ വിട്ട് വന്നപ്പോ തൊട്ടിരുന്ന് മോങ്ങൽ തുടങ്ങിയതാ. അപ്പൊ നിങ്ങൾ അറിഞ്ഞിട്ട് സംഭവം നേരത്തല്ലേ? എന്നിട്ട് ഞാൻ ചോദിച്ചപ്പോ എന്താ എന്റെ കയ്യുമ്പോണ്ടായിരുന്നു. പേടിച്ചിട്ട് പറയായിരുന്നല്ല ഓ കൊറേ നേരം എന്നോട് പറയാൻ തുടങ്ങിയിട്ട് ഞാൻ നിങ്ങളോട് പറയാതെ നിങ്ങൾ അപ്പത്തിനും കാണും ചെയ്തു. ഞാൻ കിടക്കുമ്പോ പറയാൻ വിചാരിച്ചിട്ടേ ഇങ്ങനെ പോയിട്ടുണ്ട് എന്നുള്ളത്. അപ്പൊ അമ്മ അച്ഛനോട് പറഞ്ഞോട് ഇന്നാളത്തെ പോലെ ഞാൻ അമ്മയ്ക്ക് ചീത്തേക്കും പറഞ്ഞ് കൊറേ നേരം എന്നോട് പറയാൻ തുടങ്ങിയിട്ട്. ഇത് എവിടെയായിരുന്നു? സ്കൂളിലെ ലൈബ്രറി പീരീഡ് വരെ കൈമുണ്ടായിരുന്നു അല്ലേ? ലൈബ്രറി ടീച്ചറിനോട് എല്ലാവരും തെരഞ്ഞെണ്ണു. ആ പാവ ഹരിത ടീച്ചറെ ലോർത്ത് തെരഞ്ഞിട്ടുണ്ടായി. ഞങ്ങൾക്ക്